ഇന്ന് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന കുറച്ച് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രസ്ന സുജിത്താണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പല തവണയായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ 3 നേരമാണല്ലോ കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ പല തവണയായിട്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും ഈ തൈറോയിഡ് അല്ലെങ്കിൽ PCOD പോലുള്ള കണ്ടീഷനുള്ളവരിൽ ഇപ്പോൾ പല ഡയറ്റ് ചെയ്താലും അവർക്ക് വണ്ണം അങ്ങ് കുറയത്തില്ല, പെട്ടെന്ന് കുറയാൻ വളരെ താമസമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ മെറ്റബോളിസം വളരെ സ്ലോയും ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ 3 നേരത്തെ ഫുഡാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം ചെല്ലുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും. അതായത് കുറച്ച് പെട്ടെന്ന് കൂടും, അതുപോലെ തന്നെ വളരെ സഡനായിട്ട് താഴോട്ട് പോവുകയും ചെയ്യുന്ന അവസരം ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ പറ്റണേന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും, അതുപോലെ തന്നെ വിശപ്പ് കൂടുതലായിട്ട് തോന്നും. നമ്മൾ അറിയാണ്ട് ഭക്ഷണം കഴിച്ചു പോകും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്താലും വണ്ണം കുറയത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ചെറിയ മീൽസ് പല തവണയായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർ ആവാനും സഹായിക്കും. അതുകൊണ്ട് നമ്മൾ പല തവണയായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരിൽ കൂടുതലും ഫ്ലൂയിഡ് റിട്ടൻഷനാണ് കൂടുതലായിട്ട് കാണുക, ഫാറ്റിനേക്കാളും. അതുകൊണ്ട് അതും ഒരു കാരണമാണ്, അവർക്ക് പെട്ടെന്ന് അത് കുറഞ്ഞു പോവില്ല. അതുകൊണ്ട് നമ്മൾ റാഗി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഡെയിലി ഭക്ഷണം കഴിക്കുന്നതിൽ റാഗി തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. റാഗി കഴിക്കുന്നതുകൊണ്ട് ആ ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയാനും അതുകൊണ്ട് ക്രമേണ നമ്മുടെ വണ്ണം കുറയാനും ഒക്കെ അത് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരാണ് വണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ അത് നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിക്കുകയും വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ച കഴിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഒരു റിസൾട്ട് വരില്ല. നിങ്ങൾ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളുടെ ഭക്ഷണം റാഗിയാക്കുക. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ റാഗി മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വരുന്നത് നമ്മൾ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ കഴിക്കുന്നതിൽ ഒരു 1/2 ഭാഗത്തോളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക. 1/4 ഭാഗം മാത്രം കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ബാക്കി 1/4 ഭാഗം പ്രോട്ടീനും അതുപോലെ തന്നെ പ്രൊബയോട്ടിക്സും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഫൈബർ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ആവശ്യത്തിന് വേണ്ട ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി ആവാം, ചോറാവാം, അതുപോലെ അരി ഭക്ഷണങ്ങൾ എന്തായാലും അതൊക്കെ കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് 1/4 ഭാഗത്തോളം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഭക്ഷണത്തിൽ. പിന്നെ പ്രോട്ടീന് ഒരു 1/4 ഭാഗം കഴിക്കാൻ നമുക്ക്. പിന്നെ വരുന്നത് പ്രൊബയോട്ടിക്സ് നമ്മുടെ നല്ല വയറ്റിനുള്ളിലെ നല്ല ബാക്ടീരിയകളെ പ്രൊമോട്ട് ചെയ്യും. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോരൊക്കെ ഉണ്ടല്ലോ, അത് സംഭാരമായിട്ടൊക്കെ വളരെ പുളിക്കാത്ത മോരൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ പീസിലേക്ക് ക്യാരറ്റിലൊക്കെ ധാരാളം പ്രൊബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഷുഗർ കൂടുതലുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ പാക്കറ്റ് ഡ്രിങ്ക്സ് വരുമല്ലോ നമുക്ക്, ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ, അങ്ങനെയുള്ള ഡ്രിങ്ക്സും അതുപോലെ തന്നെ പാക്കറ്റിൽ വരുന്ന ഫുഡും കഴിക്കാതിരിക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ചവച്ചരച്ച് വളരെ സ്ലോലി കഴിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മളുടെ മൈൻഡ് വയറ് നിറഞ്ഞു, നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞു നമ്മുടെ മൈൻഡിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ അത്രയും സമയം എടുത്ത് തന്നെ നല്ല രീതിയിൽ ചവച്ച് കഴിച്ചാലാണ് നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം നല്ല രീതിയിൽ നമുക്ക് വയറ് ഫില്ലാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
അല്ലാതെ വരുമ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ ചവയ്ക്കാണ്ട് വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല. നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരുപാട് കൂടുതൽ ഭക്ഷണം സാധാരണ കഴിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമുക്ക് കൂടുതൽ വണ്ണം വെക്കാനുള്ള ഒരു കാരണമാകാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. നമ്മുടെ ചായയുടെ കൂടെ വരുന്ന സ്നാക്സ് എപ്പോഴും നമ്മളൊരു വറപൊരി കഴിക്കാതിരിക്കില്ല. ആ സമയം നമ്മൾ പെട്ടെന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. നമ്മൾ കൂടുതലായിട്ട് വറപൊരിച്ച സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അത് വളരെ അധികം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതലും കലോറി നോക്കിയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അതോടുകൂടി തന്നെ ഇതെല്ലാം നമ്മൾ ഡയറ്റിൽ നോക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. അത് വേണ്ട രീതിയിൽ നല്ല ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞ ടൈം ആണെങ്കിൽ കൂടിയും അത് കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോവുക. ഉറപ്പായിട്ടും വണ്ണം കുറയും. ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം.